ഹായ് ഫ്രണ്ട്സ്, ചക്ക വരട്ടാം. ഉരുളി ചൂടാകുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു. നല്ല പശു നെയ്യ് ഒഴിച്ചു. ചക്ക ഇടാം. ചക്ക ഇത് ഏതാണ്ടൊരു 2 കിലോ വരും. ഇത് ചക്കപ്പഴം വരിക്ക ചക്കയാണ്. മിക്സിയിൽ അടിച്ചെടുത്തതാണ്. തീരെ മഷി പോലെ ആക്കണ്ട, ചെറിയ ഒരു തരിതരിപ്പായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 3/4 കിലോ ശർക്കര പാവ് കാച്ചിയതാണ്. ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ വരട്ടി അപ്പോഴപ്പോഴായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ച് അങ്ങനെ നന്നായിട്ട് വരണ്ട് ഉരുണ്ട് വരും. അങ്ങനെ വരുമ്പോൾ കാണാം. ഫ്രണ്ട്സ്, ഒരു 1.5 മണിക്കൂറായപ്പോൾ നന്നായിട്ട് അതായത് വരണ്ട് ഇങ്ങനെ ഈ ഉരുളി ഇത് വിട്ട് വരും. നമ്മൾ ഈ ഒഴിച്ച നെയ്യ് ഇതാ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങും. ഇതാ കണ്ടോ, ഈ ചുറ്റും തിളയ്ക്കുന്ന കണ്ടോ നെയ്യ്. ഞാനിതൊരു 1/4 കിലോ നെയ്യ് ഒഴിച്ചിരുന്നു, ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് പാകമായി വന്നു. ഇനി ഇതങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഒട്ടാതെ വരും. കണ്ടോ, ഇങ്ങനെ ഈ ഇത് ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന കണ്ടോ, ഇതാ കണ്ടോ, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് നമുക്ക് നന്നായിട്ടിനി തണുത്ത ശേഷം ഭരണിയിൽ സൂക്ഷിക്കാം. നന്നായിട്ട് എയർ ടൈറ്റായിട്ട് നല്ല കോട്ടൺ തുണി കൊണ്ട് കെട്ടി വെച്ച്, തുണി കൊണ്ട് കെട്ടി കുറച്ച് ദിവസമൊക്കെ പുറത്ത് വെച്ചിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ണാടി കുപ്പിയിൽ എയർ ടൈറ്റായിട്ട് നന്നായിട്ട് നല്ല തണുത്ത ശേഷം അതിലിട്ട് വയ്ക്കാം. കുറേ ദിവസമൊക്കെ പുറത്തിരുന്നോളും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ നമുക്കിതെപ്പോൾ ആവശ്യമാണോ വിഷുവിനും ഓണത്തിനൊക്കെ എടുത്ത് ചക്ക പ്രഥമൻ വയ്ക്കാനായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് പ്രഥമൻ ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടി സൂക്ഷിക്കാം. വളരെ ടേസ്റ്റിയാണ്. വെറുതെ കഴിക്കാനും നന്നായിരിക്കും. നന്നായിട്ട് നമുക്ക് എപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോൾ അടുത്ത് കഴിച്ചോളാം. അങ്ങനെയാണ് ചക്ക വരട്ടിയത് റെഡിയായി. എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.